ഹായ് ഓൾ. സോ നീറ്റ് 2023 പഠനങ്ങൾ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. ചാപ്റ്റേഴ്സിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. സോ എങ്ങനെ ഓരോ സബ്ജക്ട്സിനെയും അപ്രോച്ച് ചെയ്യും എന്ന ഒരു സീരീസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കെമിസ്ട്രി കണ്ടു, ബയോളജി കണ്ടു. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്നതും ഫിസിക്സിന്റെ തന്നെ ആയിരിക്കും എന്ന് ഉറപ്പാണ്. സോ ഫിസിക്സിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഫിസിക്സിനെ ഓരോരോ പാർട്ടുകളെ നമ്മളൊന്ന് മുറിച്ചിട്ട് എങ്ങനെ ഫിസിക്സിനെ നോക്കി കാണാം എന്നൊന്ന് ജസ്റ്റ് പറഞ്ഞു തരികയാണ്. ഡു ഫോളോ ദിസ്. സോ ഫിസിക്സ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലമാറ്റിക് ആണെന്ന് ഉറപ്പായിട്ടും അറിയാം. കൺസെപ്റ്റ് ലെവൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് അറിയാം. MCQസിൽ ഇത്ര ശതമാനത്തോളം പ്രോബ്ലംസ് ആയിരിക്കും നിങ്ങൾക്ക് സോൾവ് ചെയ്തിട്ടുണ്ടാവുക. വരുന്ന കൺസെപ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ആ തിയറി അത്രത്തോളം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ കൺഫ്യൂഷൻ കുറഞ്ഞു കിട്ടും. തിയറിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അവിടെ കുറെ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ റീസൺ അസേർഷൻ പോലുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങൾ ഫിസിക്സിൽ നിങ്ങൾ കാണുമ്പോൾ അവിടെ MCQs ഉണ്ട്, കൺസെപ്റ്റുകളുണ്ട്, ഇക്വേഷനുകൾ നിറയുണ്ട്, അതേപോലെ തന്നെ ഡിഫറെന്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈസി, മീഡിയം, ഹാർഡ് എന്ന രീതിയിലുള്ള പല ലെവൽ ഓഫ് ചോദ്യങ്ങളാണ് ആക്ച്വലി നിങ്ങൾ ഫിസിക്സിൽ കാണുന്നത്. അപ്പൊ ഇപ്പോൾ ഇത് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചുള്ള ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മേളിൽ ഇക്വേഷൻസിന്റെ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ ഓർമ്മ വരുന്നു, തൊട്ടിപ്പുറത്തെ MCQസിന്റെ കാര്യങ്ങൾ ഓർമ്മ വരുന്നു, കൺസെപ്റ്റുകളെ കുറിച്ച് ഓർമ്മ വരുന്നു, NCERTയെ കുറിച്ച് ഓർമ്മ വരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ കേട്ട് ബൾക്കി ആയിട്ട് ഫിസിക്സിനെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പൊതുവെ ഫിസിക്സ് പാടാണ് അല്ലെങ്കിൽ ടഫാണ് എന്നൊരു തോന്നൽ ഉണ്ടാവുക. സോ ബൾക്കിനെസ്സിനെ എങ്ങനെ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആക്കാം എന്നതാണ് ശരിക്കും ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് ജസ്റ്റ് സ്പ്ലിറ്റ് ദീസ് ഫിസിക്സ് ഇൻടു in an easy way so we can easily approach physics. Okay, so first of all നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ 2023 നീറ്റിലേക്കുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് പയ്യെ ചാപ്റ്റേഴ്സിനെ അപ്രോച്ച് ചെയ്ത് വരികയാണ്. നിങ്ങൾ ഏറ്റവും പ്രധാനമായി ആദ്യമേ നിങ്ങൾ ബേസിൽ, ദാറ്റ് ഈസ് ഫൗണ്ടേഷൻ ആയി സെറ്റ് ചെയ്യേണ്ട കാര്യം ടു സ്റ്റഡി ദ ബേസിക്സ് ആണ്. അതായത് നമ്മൾ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന ചോദ്യങ്ങളെ ചെയ്യാൻ കുറച്ച് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ലൈവ് ക്ലാസ്സുകളിലോ റെക്കോർഡ് ക്ലാസ്സുകളിലോ ആയിരിക്കും അത് കേൾക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പ് പഠിച്ചതായിരിക്കാം, എന്നാൽ വിട്ടുപോയതായിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായ 3 ബേസിക് ഫാക്ടേഴ്സ് ഉണ്ട്. ആ 3 ബേസിക് ഫാക്ടേഴ്സിനെ ആദ്യമേ തന്നെ ഒന്ന് അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ട്രിഗണോമെട്രി ബേസിക്സ്, ഡിഫറൻസിയേഷൻ ബേസിക്സ് ആൻഡ് ഇന്റഗ്രേഷൻ ബേസിക്സ്. നമ്മൾ ബേസിക് ക്ലാസ്സുകളായിട്ട് ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലാത്തവർക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്സിലൊക്കെ അവൈലബിൾ ആണ് ട്രിഗണോമെട്രി ബേസിക്സ്, അതേപോലെ തന്നെ ഡിഫറൻസിയേഷൻ ബേസിക്സ് ആൻഡ് ഇന്റഗ്രേഷൻ ബേസിക്സ്. സോ അവിടെ പ്രധാനപ്പെട്ട ഡിഫറൻസിയേഷൻ ആണെങ്കിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ nx⁻⁻1 പോലെ, ഇന്റഗ്രേഷൻ ആണെങ്കിൽ ഇന്റഗ്രൽ x⁻n ഇന്റഗ്രൽ എടുത്താൽ x⁻n+1/n+1. അങ്ങനെ കുറച്ച് കാര്യങ്ങളെ അറിഞ്ഞ് ആദ്യമേ പഠിക്കാൻ ശ്രമിക്കുക. ട്രിഗണോമെട്രി ആണെങ്കിൽ സൈൻ ഇക്വേഷൻസ്, cos 2x ഇക്വേഷൻ, sin 2x ഇക്വേഷൻസ്, sin a + sin b ഇക്വേഷൻസ്, അതേപോലെ ഓരോ ക്വാഡ്രൻസിലും വരുമ്പോൾ നമുക്ക് എങ്ങനെ ഇവരെ മാറ്റി എഴുതാം. ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ആദ്യമേ തന്നെ ഒന്ന് ചാർട്ടാക്കി നിങ്ങൾ ആദ്യമേ എഴുതി വെക്കുക. ട്രിഗണോമെട്രി ഇക്വേഷൻസും അതേപോലെ ഡിഫറൻസിയേഷൻ ബേസിക് ഇക്വേഷൻസും ഇന്റഗ്രേഷൻ ബേസിക് ഇക്വേഷൻസും നിങ്ങൾ പഠിക്കുന്ന ടേബിളിന്റെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ ആദ്യമേ തന്നെ ഒട്ടിച്ചു വെക്കുക. അവിടെയാണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ബേസിക്സിന് പ്രയോറിറ്റൈസ് ചെയ്യുക. കാരണം അതിൽ നിന്നാണ് നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ആയി വരിക. സോ സ്റ്റഡി ദ ബേസിക്സ്, അതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാവ് ഒരുപാട് വൈഡർ നോളജ് ഉണ്ടാവണം എന്ന് പറയുന്നില്ല, ഹാവ് ഒരു കുറച്ച് കാര്യങ്ങളെങ്കിലും ഇപ്പൊ പറഞ്ഞ ടോപ്പിക്കുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്? ട്രിഗണോമെട്രി, ഡിഫറൻസിയേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. പിന്നെ ഒരു ക്വാണ്ടിറ്റികളുണ്ട് നമുക്ക് പ്രധാനമായും വേണ്ട ഒരാളാണ് വെക്ടേഴ്സ്. വെക്ടേഴ്സും ഇതേപോലെ തന്നെ ബേസിക് ആണ്. നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ കൂടെ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും വെക്ടേഴ്സ് എന്താണ്, നിങ്ങൾക്ക് +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നീറ്റ് 2023 വരുമ്പോൾ, അതായത് എല്ലാ ചാപ്റ്റേഴ്സിലും ഓൾമോസ്റ്റ് ഓൾ ചാപ്റ്റേഴ്സിലും എല്ലാ ചാപ്റ്റേഴ്സിലും കയറി വരുന്ന ആളാണ് വെക്ടേഴ്സ് എന്നുള്ളത്. സോ വെക്ടർ അഡീഷൻ, വെക്ടർ സബ്ട്രാക്ഷൻ, വെക്ടറിന്റെ ഫോർമുല, അഡീഷന്റെ സമയത്തുള്ള √(a² + b² + 2ab cos θ എന്നുള്ള ഫോർമുല, റെക്ടാങ്കുലർ റെസൊല്യൂഷൻ, എങ്ങനെ വെക്ടേഴ്സിനെ റിസോൾവ് ചെയ്യാം, പിന്നെ ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ്. ഇതിന്റെയും ഫീച്ചേഴ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും അതേപോലെ തന്നെ ആപ്പിൽ എല്ലാം അവൈലബിൾ ആണ്. അതെല്ലാം നോക്കി ജസ്റ്റ് ഒന്ന് ചാർട്ടാക്കി ഫ്രണ്ടിൽ ഒട്ടിച്ചു വെക്കുക. ഇങ്ങനെയാണ് വെക്ടേഴ്സ്. a×b, ab sin θ ആണ്, അതൊരു വെക്ടർ ആണ്. a.b എന്ന് പറഞ്ഞാൽ ab cos θ ആണ്, അതൊരു സ്കേലാർ ആണ്. ഇങ്ങനെയുള്ള കുറെ പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതും എന്ത് ചെയ്യുക, ആദ്യമേ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യങ്ങളൊന്ന്
ഫൗണ്ടേഷൻ ലെവലിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫിസിക്സ് പഠിക്കാനായിട്ട് ഏറ്റവും പ്രധാനമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം. സോ സ്റ്റഡി ദ ബേസിക്സ് ആണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, ട്രിഗണോമെട്രി ആസ് വെൽ ആസ് വെക്ടർ ബേസിക്കുകൾ എന്ത് ചെയ്യുക, കൃത്യമായി ഒരു മാത്തമാറ്റിക്കൽ ലെവലിലേക്ക് ഒരുപാട് പോകണ്ട, എന്നാൽ ആവശ്യമായ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. സോ ഫസ്റ്റ് പോയിന്റ് എല്ലാവരും ഫോളോ ചെയ്യുക. 2023 നീറ്റ് എഴുതാൻ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട കാര്യം ഏത് സബ്ജക്ട്സിനാണെങ്കിലും ഒരു ടൈം ടേബിൾ പ്രോപ്പറായി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ശൈലത്തിന്റെ ക്ലാസ്സസ് കാണുന്നത് നിങ്ങൾക്കറിയാം, നമ്മളിവിടെ ലൈവ് ക്ലാസ് ഷെഡ്യൂൾ വഴി ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈവ് ക്ലാസ്സുകൾ വഴിയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആ ലൈവ് ക്ലാസ്സുകളിൽ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, ഏതും ഓർഡറിലാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് നിർദ്ദേശമുണ്ട്. സോ അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ചാപ്റ്റേഴ്സിനെ ആദ്യം അലൈൻ ചെയ്ത് വെക്കുക. ഈ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ ആദ്യമേ പഠിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ റുട്ടീൻ ആദ്യമേ റെഡിയാക്കി എടുക്കുക. അത് 3 സബ്ജക്ട്സിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, സെറ്റ് എ പ്രോപ്പർ ടൈം ടേബിൾ എന്നുള്ളത്. യെസ്. അടുത്ത നമ്മുടെ തേർഡ് സ്റ്റെപ്പ് ആണ്. തേർഡ് സ്റ്റെപ്പിൽ നമ്മുടെ ഫിസിക്സിന്റെ ചാപ്റ്റർ കാറ്റഗറൈസേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ടൈം ടേബിളിൽ കാണുന്ന ചാപ്റ്ററുകൾ അനുസരിച്ച്, നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരുന്ന ചാപ്റ്ററുകൾ അനുസരിച്ച് ഫോളോ ചെയ്താണ് നിങ്ങൾ മുന്നോട്ട് പോവുക. അതിനു മുമ്പായിട്ട് നമ്മുടെ ഫിസിക്സിലെ ചാപ്റ്റർ കാറ്റഗറി ഞാനൊന്ന് പറയാം, അതിന്റെ പ്രയോറിറ്റി ഓർഡർ പറയാം. നിങ്ങൾ എത്രത്തോളം പ്രയോറിറ്റി കൊടുക്കണം ഈ ചാപ്റ്റേഴ്സിന് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യും. അതനുസരിച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ആ ചാപ്റ്റർ നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായി പറയേണ്ട കാര്യം. സോ ആ ചാപ്റ്റർ പ്രയോറിറ്റി, ആ സെക്ഷൻസ് ജസ്റ്റ് ഞാനൊന്ന് പറയാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ചാപ്റ്റർ പ്രയോറിറ്റി ഓർഡറിൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന കാറ്റഗറി ഓഫ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോ ഡൈനാമിക്സ് ആണ്. അതായത് +2 ഫിസിക്സിലെ നിങ്ങളുടെ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്ക് ആണ് നിങ്ങൾക്ക് നീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാവുന്ന, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ. സോ ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് മുതൽ EM വേവ്സ് വരെയുള്ള ആ ടോട്ടൽ കാറ്റഗറി ഓഫ് ചാപ്റ്റേഴ്സ് എല്ലാം വരുന്ന ഒരു സെക്ഷൻ ആണ്. അത് മോസ്റ്റ് പ്രയോറിറ്റി ചാപ്റ്റേഴ്സ് ആണ് ആക്ച്വലി എല്ലാ ചാപ്റ്റേഴ്സും ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് വ്യക്തമായ MCQs ചെയ്ത് പഠിക്കാനുള്ള ഓർഡർ നിങ്ങൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. സോ ഫസ്റ്റ് ഇലക്ട്രോ ഡൈനാമിക്സ് ആണ്. ജസ്റ്റ് ചാപ്റ്റർ പ്രയോറിറ്റൈസ് മാത്രം, ചാപ്റ്റർ പ്രയോറിറ്റൈസ്ഡ് ഓർഡറിൽ ജസ്റ്റ് ഒന്ന് പറയാണ്. സോ ഫസ്റ്റ് ഈസ് ഇലക്ട്രോ ഡൈനാമിക്സ്. ഇലക്ട്രോ ഡൈനാമിക്സ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ +1 ഫിസിക്സിലെ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് മെക്കാനിക്സ്. ഇൻക്ലൂഡ്സ് ഇനേഴ്ഷ്യൽ ഡയമെൻഷൻസും കൂടുകയാണ് ഇതിനകത്ത്. അതിന്റെ കൂടെ ബാക്കി ചാപ്റ്റേഴ്സ് പറയുകയാണ്. മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, അത് കഴിഞ്ഞ റൊട്ടേഷണൽ മോഷൻ, ഗ്രാവിറ്റേഷൻ. ആദ്യത്തെ ആ ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അത്രയും മെക്കാനിക്സ് ആണ്. ആ മെക്കാനിക്സും നിങ്ങളുടെ ചാപ്റ്റർ പ്രയോറിറ്റി നീറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. കഴിഞ്ഞ നീറ്റിനാണെങ്കിൽ പോലും ഇലക്ട്രോ ഡൈനാമിക്സിന് 18ഓളം ചോദ്യങ്ങളും, അതേപോലെ തന്നെ ഈ പറഞ്ഞ വെക്ടർ ഫിസിക്സ്, ദാറ്റ് ഈസ് നമ്മുടെ മെക്കാനിക്സ് 12ഓളം ചോദ്യങ്ങളും ചോദിക്കേണ്ടായി. സോ ആ ഒരു മെജോറിറ്റി, ആ മേജർ ചങ്ക് ഓഫ് പോർഷൻസ് വരുന്ന ആ ടെക്സ്റ്റ് ബുക്കിന്റെ ആ ഒരു വലുപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക. അത്രയും ആ 2 ടെക്സ്റ്റ് ബുക്കുകൾ, ദാറ്റ് ഈസ് +2 ഫിസിക്സിലെ ആദ്യത്തെ ടോപ്പിക്കും ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കും +1 ഫിസിക്സിലെ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൈ പ്രയോറിറ്റി ചാപ്റ്റേഴ്സ് വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഒപ്റ്റിക്സ് ആണ്. ഒപ്റ്റിക്സ് ഓഫ് കോഴ്സ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ആ ഒരു പ്രയോറിറ്റി ഓർഡർ ആണ് ഇലക്ട്രോ ഡൈനാമിക്സ്. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ മെക്കാനിക്സ്, ഒപ്റ്റിക്സ്. ഒപ്റ്റിക്സിന് ശേഷം ഇതേപോലെ മോഡേൺ ഫിസിക്സും ഇലക്ട്രോണിക്സും വരുന്നുണ്ട്, ഓർഡർ ആണ്. ഇലക്ട്രോണിക്സ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം. +1 പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, സോളിഡ്സ്, ഫ്ലൂയിഡ്സ്, അതേപോലെ തന്നെ നമ്മുടെ തെർമൽ പ്രോപ്പർട്ടീസ് വരുന്നു. നെക്സ്റ്റ് അടുത്ത പ്രയോറിറ്റി എന്ന് പറയുന്നത് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ഉണ്ട്, കൈനറ്റിക് തിയറി, തെർമോഡൈനാമിക്സ്. അത് കഴിഞ്ഞ് ഓസിലേഷൻസ് ആൻഡ് വേവ്സിലേക്ക് വരും. അപ്പൊ ഈ ഒരു ഓർഡറിലാണ് ശരിക്കും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആക്ച്വലി നീറ്റിന്റെ ഒരു പാറ്റേൺ വേണമെങ്കിൽ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം. നിങ്ങൾ ടൈം ടേബിൾ അനുസരിച്ച് ഈ ചാപ്റ്റേഴ്സുകൾ വരും. ഈ ചാപ്റ്റേഴ്സിനെല്ലാം വരുമ്പോൾ ഞാൻ പറഞ്ഞ ടോപ്പ് പ്രയോറിറ്റി ചാപ്റ്റേഴ്സിനൊക്കെ കുറച്ചും കൂടെ സമയം കണ്ടെത്തി എല്ലാം ഒരേപോലെ തന്നെ പഠിക്കണം. എന്നാൽ പോലും ഈ ടോപ്പ് പ്രയോറിറ്റി ചാപ്റ്റേഴ്സിനൊക്കെ കുറച്ചും കൂടെ MCQs ചെയ്യാനും കുറച്ച് ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനൊക്കെ ശ്രമിക്കേണ്ടത് ഈ ചാപ്റ്റേഴ്സ് തന്നെ ആയിരിക്കണം. മേജർലി ഇലക്ട്രോ ഡൈനാമിക്സ്, അതേപോലെ തന്നെ പറഞ്ഞ പോലെ മെക്കാനിക്സ്, ഒപ്റ്റിക്സ്, മോഡേൺ ഫിസിക്സ്. ഇലക്ട്രോണിക്സ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും അതിൽ നിന്ന് കൂടുതൽ ചോദിക്കാം. ഓക്കെ, സോ അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് MCQസിന് വേണ്ടി അതിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയാണ് ഈ ചാപ്റ്റേഴ്സിനെ എങ്ങനെ പഠിക്കാം, ഹൗ ടു സ്റ്റഡി ദീസ് ചാപ്റ്റേഴ്സ്. സോ ഓഫ് കോഴ്സ് ഇഫ് യു ആർ ഫോളോയിങ് എ ക്ലാസ് പാറ്റേൺ, നമ്മളൊരു ക്ലാസ് പാറ്റേൺ ഫോളോ ചെയ്താണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് അല്ലേ, അപ്പൊ അങ്ങനെ പഠിച്ചു പോവാണ്. ഒരു ചാപ്റ്റർ വന്നു, ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇപ്പോൾ പ്രധാനമായി ലൈവ് ക്ലാസ്സുകളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകളാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ആ ക്ലാസ്സുകൾ ആദ്യമേ ഫോളോ ചെയ്യുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ പഠിച്ച ഫൗണ്ടേഷൻ തൊട്ട് മുകളിലുള്ള ഫൗണ്ടേഷനായി നിങ്ങളുടെ കൺസെപ്റ്റ് ലേണിംഗ് ഈസി ആക്കാൻ വേണ്ടിയാണ്.
ഓരോ ക്ലാസ്സുകളും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ട ക്ലാസ്സുകളുടെ സെക്ഷൻ പ്രോപ്പറായി മനസ്സിലാക്കുക. ഏത് സെക്ഷൻ ആണെന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ചത് അല്ലെങ്കിൽ ഏത് സെക്ഷൻ ആണെന്ന് നിങ്ങൾ ചൂസ് ചെയ്തത് അതെടുത്തതിന് ശേഷം ആ സെക്ഷൻ NCERT ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അത് പ്രോപ്പറായി റീഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ സീ ദ ക്ലാസ്. നിങ്ങൾ കാണുന്ന ക്ലാസ് അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ചാപ്റ്റർ ഏതാണോ അതിന്റെ ഒരു ക്ലാസ് കാണാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ കൺസെപ്ഷൻ ലേണിംഗിന് ഇമ്പോർട്ടന്റ് ആയിരിക്കും. ആ കൺസെപ്ഷൻ ലേണിംഗ് ഒന്നും കൂടെ ഉറപ്പാക്കാൻ വേണ്ടി ആ പഠിച്ച സെക്ഷനിലെ NCERT ഒന്ന് വായിച്ച് ശ്രമിക്കുക. സാമ്പിൾ ക്വസ്റ്റ്യൻസും എക്സസൈസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നില്ല, സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഓഫ് ഓൾ അത് ചെയ്യുക. അതിനുശേഷം നമ്മൾ തന്ന അതായത് ക്ലാസ്സുകളിൽ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതെന്ത് ചെയ്യുക, ഒന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ആ ക്വസ്റ്റ്യൻസ് 1-2 പ്രാവശ്യം ഒന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം ക്യൂ ബാങ്കിലേക്ക് എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാവും, നിങ്ങളുടെ മെറ്റീരിയൽസ് ഉണ്ടാവും. ആ മെറ്റീരിയൽസിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനുശേഷം മാത്രം എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. സോ ആദ്യമേ കൺസെപ്റ്റ് ലേണിംഗ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന്റെ കൂടെ കൺസെപ്റ്റുകൾ ക്ലാസ്സുകളിൽ കണ്ടോ അല്ലാണ്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ NCERT വായിക്കാൻ ശ്രമിക്കുക. ആ ഒരു പർട്ടിക്കുലർ സെക്ഷൻ ഓഫ് ടോപ്പിക്കിന് NCERT മാത്രം വായിച്ചാൽ മതി. അപ്പൊ ഓരോ ചാപ്റ്റേഴ്സ് വരുമ്പോഴും അതിനനുസരിച്ചുള്ള സെക്ഷൻ ഓഫ് NCERT മാത്രം നിങ്ങൾ വായിക്കുന്നുള്ളൂ. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്ത് പോവാം. സാമ്പിൾ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ നീറ്റിന് പോലും സാമ്പിൾ ക്വസ്റ്റ്യൻസ് എന്നുള്ള ചോദ്യങ്ങൾ MCQ ആയി വന്നിരുന്നു. സോ NCERT സാമ്പിൾ ക്വസ്റ്റ്യൻ ഇസ് എ മസ്റ്റ് ഡു. അത് പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കണം. അത് NCERT സാമ്പിൾ ക്വസ്റ്റ്യൻ എല്ലാ ചാപ്റ്ററിന്റെയും സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കണം. പറ്റുമെങ്കിൽ ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്യുക, സാമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യാനുള്ള ഒരു ബുക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ആ ബുക്കിൽ ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾ ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്യുക, എഴുതി ഓരോ നിങ്ങളുടെ ലൈവ് ക്ലാസ്സുകളിലൂടെ നിങ്ങളുടെ ടൈം ടേബിൾ ഷെഡ്യൂൾ പോലെ വരുന്ന ക്ലാസ്സുകളുടെ കൂടെ ആ ബുക്കിലേക്ക് നിങ്ങളുടെ സാമ്പിൾ ക്വസ്റ്റ്യൻസുകൾ എഴുതി ചെയ്യാൻ ശ്രമിക്കുക. ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. യെസ്, അപ്പൊ നിങ്ങൾ അത് കഴിഞ്ഞ് നിങ്ങൾ ക്യൂ ബാങ്കിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഒരു ചാപ്റ്ററിനെ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എങ്ങനെ ക്വസ്റ്റ്യൻസിനെ ചെയ്യാം, എനിക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെയാണ്. ആദ്യമേ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങളെ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച ചോദ്യങ്ങൾ, അതുപോലെ നിങ്ങൾക്ക് ചെക്ക് പോയിന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചെയ്ത് ഒന്ന് ശീലമാക്കുക. അതിനുശേഷം പതിയെ ക്യൂ ബാങ്ക്സിലേക്കും അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റിലേക്കും എൻ്റർ ചെയ്യാനേ പറയുന്നുള്ളൂ. ഓരോ ചാപ്റ്ററിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്തൊന്ന് പയ്യെ സോൾവ് ചെയ്ത് ശ്രമിക്കുക. അങ്ങനെ സോൾവ് ചെയ്ത് നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്ത് ആ ചാപ്റ്ററിലെ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ചാപ്റ്ററിനെ മൊത്തത്തിൽ അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ട്രൈ ടു മേക്ക് എൻ ഇക്വേഷൻ ബുക്ക്. അതായത് നിങ്ങൾക്ക് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആയിക്കോട്ടേക്കും അതൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്. ഒരുപാട് ഇക്വേഷൻസ് ഉള്ള നല്ല ഇക്വേഷൻസ് ഉള്ള ചാപ്റ്ററാണ്. സോ നിങ്ങൾ ബേസിക്സിന്റെ കാര്യങ്ങൾ ഒരു സ്ക്രീനിൽ പ്ലേസ് ചെയ്ത പോലെ തന്നെ നിങ്ങളുടെ ഇക്വേഷൻ ബുക്കോ അല്ലെങ്കിൽ ഇക്വേഷൻ ചാർട്ടോ എന്ന് പറയാം, ആ ഇക്വേഷൻ ചാർട്ടിൽ നല്ല വൃത്തിയായിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ആ എല്ലാ ചാപ്റ്റേഴ്സിന്റെ ഹെഡിങ്സ് എഴുതി ഒരു ചാർട്ട് വേണമെങ്കിൽ ചാർട്ട് എടുത്താൽ ഓരോ ചാപ്റ്ററിനും ഓരോ പർട്ടിക്കുലർ ചാപ്റ്റേഴ്സ് എടുത്ത് നിങ്ങളുടെ വാളിൽ ഒട്ടിക്കാം. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും നിങ്ങളുടെ വാളുമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരു നീറ്റ് സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും നിങ്ങളുടെ വാളുമാണ്. ആ ഒരു ഭിത്തിയാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ഒരു ഭിത്തിയിൽ നിന്നാണ് നിങ്ങൾ നോക്കുന്ന 45 ചോദ്യങ്ങളും നിങ്ങൾ ചെയ്യാൻ പോകുന്ന 45 ചോദ്യങ്ങളും അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ. ആ ഭിത്തിയിൽ നിന്നുള്ള സോഴ്സിൽ നിന്നാണ് നിങ്ങൾ അത് നേടാൻ പോകുന്നത്. അപ്പൊ അതിനെ റിഗറസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഭിത്തിയിൽ ഒട്ടിക്കേണ്ട ഐഡിയ. സോ നിങ്ങൾ ആ അവിടുത്തെ ഇക്വേഷൻസ് ഒക്കെ എഴുതി വാളിൽ ഒന്ന് ഒട്ടിച്ചു. എനിക്കറിയാൻ കുറെ പേര് ഫോളോ ചെയ്യുന്നതാണ്, പക്ഷെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് വായിക്കുക. ഒരു ചാപ്റ്റർ കഴിഞ്ഞ് അതിനെ ലീവ് ചെയ്യാണ്ട് ഇടയ്ക്ക് വന്നിട്ട് യെസ് ഞാനതൊന്ന് പോയി കഴിഞ്ഞ ചാപ്റ്റർ ആയിരുന്നു അപ്പൊ എന്ന് ചെയ്തുകൊണ്ട് ഒന്ന് റീഡ് ചെയ്തേക്കാം എന്നും പറഞ്ഞാൽ ഇക്വേഷൻസ് ഒന്ന് വായിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ബാക്കി കാര്യങ്ങളിലേക്ക് പോവുക. അത് കഴിഞ്ഞിട്ട് റിഗറസ് ആയിട്ട് MCQs പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മളെ ബേസ് ലെവൽ അണ്ടർസ്റ്റാൻഡിങ്, കൺസെപ്റ്റ് ലെവൽ അണ്ടർസ്റ്റാൻഡിങ്, NCERT റീഡിംഗ്, സാമ്പിൾ ക്വസ്റ്റ്യൻ റീഡിംഗ്, അതിനുശേഷം MCQs ചെയ്യുക, ഇക്വേഷൻ ഫ്ലോ ചാർട്ട്സ് ഉണ്ടാക്കുക. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് ആ സ്റ്റെപ്പിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം. ഐ എം ഷുവർ അങ്ങനെ നോക്കുമ്പോൾ ആ ബൾക്കിനെസ് കുറഞ്ഞ് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ മാറ്റാൻ സാധിക്കും. സോ കീപ് വെയിറ്റിംഗ്. നമുക്ക് ഇനിയും ഇതേപോലെയുള്ള ടിപ്പുകളെല്ലാം എന്ത് ചെയ്യാം, സജസ്റ്റ് ചെയ്യാം. ഇതാണ് നിങ്ങൾ പ്രധാനമായും ബൾക്കി നേച്ചർ ആയിട്ടുള്ള ഫിസിക്സിനെ ഘട്ടം ഘട്ടമായി മുറിച്ച് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ട കാര്യം. സോ കൺസെപ്ഷൻ റീഡിംഗ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സോ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. NCERT പ്രാക്ടീസ് ചെയ്യുക. NCERTന് ശേഷം MCQs ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഫിസിക്സ് കുറച്ചും കൂടെ സിമ്പിൾ ആയി മാറും. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ എവരിവൺ preparing for NEET 2023. We will meet you soon.